നമസ്തേ. പസഫിക് സമുദ്രത്തിന്റെ അടിത്തട്ട് പിളരുന്നു. ഭൂമിയുടെ രഹസ്യം ശാസ്ത്രജ്ഞർ ആദ്യമായി നേരിൽ കാണുന്നു. ഭൂമിയുടെ അടിത്തട്ടിൽ നടക്കുന്ന ഒരു വലിയ മാറ്റം മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി ശാസ്ത്രജ്ഞർ തത്സമയം നിരീക്ഷിക്കുന്നു. നമ്മൾ നിൽക്കുന്ന ഭൂമി ഉറച്ചതാണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഭൂമിയുടെ പുറംപാളി എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് വർഷങ്ങളായി ഭൂഖണ്ഡങ്ങൾ മാറുകയും സമുദ്രങ്ങൾ രൂപപ്പെടുകയും പർവ്വതങ്ങൾ ഉയരുകയും ചെയ്യുന്നത് ഈ അദൃശ്യമായ ചലനങ്ങളിലൂടെയാണ്. എന്നാൽ ഇപ്പോൾ പസഫിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ശാസ്ത്രലോകത്തെ ഞെട്ടിക്കുന്ന ഒരു പ്രതിഭാസമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ സമുദ്രഫലകം പതുക്കെ പിളരുകയാണ്. ഇതൊരു സാധാരണ ഭൂമിശാസ്ത്ര സംഭവമല്ല. ഭൂമിയുടെ ഭാവിയെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന അപൂർവമായ ഒരു കാഴ്ചയാണ് ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചിരിക്കുന്നത്. ഭൂമിയുടെ പുറംഭാഗം ഒരൊറ്റ കട്ടിയായ പാളിയല്ല, നിരവധി വലിയ ടെക്ടോണിക് പ്ലേറ്റുകളായി അത് വിഭജിച്ചിരിക്കുന്നു. ഈ പ്ലേറ്റുകൾ വളരെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഇവ തമ്മിൽ അകന്നു പോകും, ചിലപ്പോൾ കൂട്ടിയിടിക്കും, ചിലപ്പോൾ ഒരു പ്ലേറ്റ് മറ്റൊന്നിന്റെ അടിയിലേക്ക് ഇറങ്ങിപ്പോകും. ഈ പ്രക്രിയയാണ് സബ്ഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും ശക്തമായ പ്രകൃതി പ്രക്രിയകളിലൊന്നാണിത്. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, പുതിയ പർവ്വതനിരകളുടെ രൂപീകരണം തുടങ്ങിയ നിരവധി കാര്യങ്ങൾക്ക് പിന്നിൽ ഈ ചലനങ്ങളുണ്ട്. ഇപ്പോൾ ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധ പസഫിക് സമുദ്രത്തിലെ വാൻകൂവർ ദ്വീപിന് സമീപമുള്ള ഒരു മേഖലയിലാണ്. വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തിന് സമീപം രണ്ട് പ്രധാന സമുദ്ര ഫലകങ്ങളുണ്ട്. ഒന്ന് ഹുവാൻ ഡി ഹൂക്ക പ്ലേറ്റ്, മറ്റൊന്ന് എക്സ്പ്ലോറർ പ്ലേറ്റ്. ഈ പ്ലേറ്റുകൾ വടക്കേ അമേരിക്കൻ പ്ലേറ്റിന്റെ അടിയിലേക്ക് പതുക്കെ നീങ്ങുകയാണ്. സാധാരണയായി ഇത്തരം പ്രക്രിയകൾ ഭൂമിയുടെ ചരിത്രത്തിൽ വളരെ നീണ്ട കാലയളവിലാണ് സംഭവിക്കുന്നത്. പക്ഷെ ഇത്തവണ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് വ്യത്യസ്തമായ ഒന്നാണ്. താഴേക്ക് നീങ്ങുന്ന ഈ പ്ലേറ്റുകൾ കടുത്ത സമ്മർദ്ദം കാരണം പൊട്ടിത്തെറിച്ച് തകരാൻ തുടങ്ങുകയാണ്. അതായത് ഒരു വലിയ ഭൂമിശാസ്ത്ര ഘടകം ചെറിയ ഭാഗങ്ങളായി മാറുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. സമുദ്രത്തിനടിയിൽ നിന്നുള്ള ഭൂകമ്പ വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ രഹസ്യം പുറത്തു വന്നത്. സീസ്മിക് ഡാറ്റയിൽ നിരവധി വലിയ വിള്ളലുകളും തകരാറുകളും കണ്ടെത്തി. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് എക്സ്പ്ലോറർ പ്ലേറ്റിൽ രൂപപ്പെട്ട വലിയ വിള്ളലാണ്. ഏകദേശം 75 കിലോമീറ്റർ നീളമുള്ള ഒരു വലിയ പിളർപ്പ് ഈ പ്ലേറ്റിനെ വേർതിരിക്കുന്നതായി കണ്ടെത്തി. ചില ഭാഗങ്ങൾ ഇതിനകം തന്നെ നിരവധി കിലോമീറ്ററുകൾ താഴേക്ക് നീങ്ങിയിട്ടുണ്ട്. മുഖ്യ ഗവേഷകൻ ഈ പ്രതിഭാസത്തെ വിശേഷിപ്പിച്ചത് വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെയാണ്. ഒരു ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ബോഗിയും പതുക്കെ പാളം തെറ്റുന്നത് പോലെ ഒരു വലിയ ടെക്ടോണിക് പ്ലേറ്റ് ചെറിയ ഭാഗങ്ങളായി തകരുകയാണ്. ഈ വാർത്ത കേൾക്കുമ്പോൾ പലർക്കും തോന്നാം, പസഫിക് സമുദ്രം പിളരുകയാണോ, വലിയ ദുരന്തം വരുമോ? എന്നാൽ ശാസ്ത്രജ്ഞർ പറയുന്നത് മറ്റൊന്നാണ്. ഇത് മനുഷ്യന്റെ ജീവിതകാലത്ത് സംഭവിക്കുന്ന ഒരു പെട്ടെന്നുള്ള ദുരന്തമല്ല. ഈ മാറ്റങ്ങൾ വളരെ പതുക്കെയാണ് നടക്കുന്നത്. ഒരു പ്ലേറ്റ് പൂർണ്ണമായി വേർപെടാൻ പോലും ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും. എന്നാൽ ഇതിന്റെ പ്രാധാന്യം മറ്റൊന്നാണ്. ഭൂമിയുടെ പഴയ ചരിത്രത്തിൽ നിരവധി സബ്ഡക്ഷൻ മേഖലകൾ അവസാനിച്ചിട്ടുണ്ട്. പക്ഷെ അവ എങ്ങനെയാണ് അവസാനിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ വാൻകൂവർ ദ്വീപിന് സമീപമുള്ള ഈ മേഖല ഭൂമിയുടെ ആ രഹസ്യം തുറക്കാൻ സഹായിക്കുകയാണ്. ഭൂമി ഒരിക്കലും നിശ്ചലമായിരുന്നിട്ടില്ല. ഇന്ന് നമ്മൾ കാണുന്ന ഭൂഖണ്ഡങ്ങൾ പോലും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു രൂപത്തിലായിരുന്നു. ഭാവിയിലും ഭൂഖണ്ഡങ്ങൾ മാറാം, പുതിയ സമുദ്രങ്ങൾ രൂപപ്പെടും, പഴയവ ഇല്ലാതാകും. പസഫിക് സമുദ്രത്തിലെ ഈ മാറ്റം ഭൂമിയുടെ ദീർഘകാല പരിണാമത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. എന്നാൽ മനുഷ്യർക്ക് ആദ്യമായി ഒരു ടെക്ടോണിക് പ്ലേറ്റ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നത് നേരിട്ട് നിരീക്ഷിക്കാൻ കഴിയുന്നു എന്നതാണ് ഈ കണ്ടെത്തലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഭൂമിയുടെ അടിയിൽ നടക്കുന്ന ഈ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഭൂകമ്പ തരംഗങ്ങളും ശാസ്ത്രീയ പഠനങ്ങളും വഴി ഭൂമിയുടെ ഉള്ളിലെ രഹസ്യങ്ങൾ പതുക്കെ പുറത്തു വരികയാണ്. പസഫിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നടക്കുന്ന ഈ പിളർപ്പ് ഒരു മുന്നറിയിപ്പല്ല, പകരം ഭൂമി എങ്ങനെ മാറുന്നു എന്നതിന്റെ ഒരു തത്സമയ പഠനമാണ്. കോടിക്കണക്കിന് വർഷങ്ങളായി തുടരുന്ന ഭൂമിയുടെ മഹത്തായ യാത്രയിൽ ഇന്ന് മനുഷ്യർ ആദ്യമായി ഒരു അധ്യായം നേരിട്ട് വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഭൂമിശാസ്ത്ര അത്ഭുതമോ അതോ ഭൂമിയുടെ അടുത്ത വലിയ മാറ്റത്തിന്റെ തുടക്കമോ? കാലം മാത്രമാണ് അതിന് ഉത്തരം പറയുക.